ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയല്ലോ. അവിടെ വണ്ടിയിലൊക്കെ വെള്ളം കയറാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലായ ഒരു ടൈമല്ലത്. അപ്പോൾ ഇന്നലെ ഒരു ചെറിയ മഴ, ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് എന്താ പറയുക, മുട്ടറ്റം വെള്ളം. നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡ് ആ ഒരു റൂട്ടിലാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഇങ്ങനെ ടൗണിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് തിരിച്ചു വരുമ്പോൾ മുട്ടറ്റം വെള്ളമുണ്ട്. അപ്പോൾ അതിൽ കാണാൻ കുറേ വണ്ടികളും ഒരു കാറൊക്കെ എന്താ പറയുക ഓഫായിട്ട് ഈ പറഞ്ഞ അരി വെള്ളത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടേച്ചിട്ട് പോയിട്ടുണ്ട്. വരുമ്പോൾ വലിയ ബസ്സിൻ്റെ മുന്നിൽ നിന്നൊക്കെ കാറൊക്കെ ഉന്തി തള്ളി സൈഡിലേക്ക് ആക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു മഴക്കാലം തുടങ്ങിയ സ്ഥിതിക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അപ്ഡേറ്റ് ആക്കി വെക്കുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ്. നമുക്ക് മാത്രം വേണ്ടിയിട്ടല്ല, നമ്മുടെ വണ്ടി നമുക്ക് സേവ് ചെയ്യണം, ബാക്കിയുള്ളവർക്കും അതൊരു ഉപദ്രവമായിരുന്നു. എന്നുവെച്ചാൽ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു റോഡിൽ കംപ്ലീറ്റ് ട്രാഫിക് തന്നെ കുടുങ്ങും. അപ്പോൾ എന്താ വെച്ചാൽ അതേമാതിരിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഈ പറഞ്ഞാൽ പവർ പ്ലഗ്, എയർ ഫിൽട്ടർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കുക. പിന്നെ വയറിംഗ് കിറ്റിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് സെറ്റായി വെക്കുക. നമ്മൾ വണ്ടിക്ക് പല വയറിംഗ് കിറ്റ് ഈ പറഞ്ഞ LED ലൈറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വയറ് അടുത്ത പ്രാവശ്യം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇട്ടേക്കലാണ്. നമ്മൾ പിന്നെ അതിൻ്റെ മുകളിൽ കളിക്കാൻ നിൽക്കല്ലേ, അവിടെ ചുരുട്ടി കൂട്ടി സൈഡിൽ അവിടെ വെച്ചേക്കും. അപ്പോൾ അതൊക്കെ ശരിക്കും എന്താ പറയുക ഇൻസുലേഷനൊക്കെ ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. ഇപ്പോൾ പറഞ്ഞാൽ വെള്ളമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് ഷോർട്ടായിട്ട് നമ്മുടെ ബാറ്ററി ECU അങ്ങനത്തെ ഐറ്റംസൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പലരും വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി നോക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫാവോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റായിട്ടല്ല. പലരുടെ ഒരു വിചാരം എന്താ വെച്ചാൽ നമ്മുടെ എക്സോസ്റ്റ് പൈപ്പ് ഇല്ലേ, മറ്റേ സൈലൻസർ, അതിൻ്റെ അകത്ത് കൂടെ വെള്ളം കയറിയിട്ടാണ് ഈ ബൈക്ക് അല്ലെങ്കിൽ കാറ് ഇതൊക്കെ ഓഫായി പോകുന്നതെന്നൊരു സംഭവമുണ്ട്. അത് കയറിയിട്ട് ഓഫാകും. അതെപ്പോഴാ വെച്ചാൽ വണ്ടി ഓഫായതിന് ശേഷം എൻജിൻ്റെ അകത്തേക്ക് വെള്ളം കയറിയാലാണ് പിന്നെ നമുക്കത് സ്റ്റാർട്ടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എത്തുക. അപ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്ററിൻ്റെ അകത്ത് കൂടെ വെള്ളം കയറുമ്പോഴാണ് നമ്മുടെ എൻജിൻ പ്രോപ്പറായിട്ട് സ്റ്റോപ്പായി പോകുന്നത്, പിന്നെ സ്റ്റാർട്ടാകാത്ത രീതിയിലായി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ അകത്ത് വെള്ളം കയറാത്ത രീതിയിൽ നമ്മളങ്ങനെ ഓടിച്ച് കൊണ്ട് നടക്കണം. എയർ ഫിൽറ്ററിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ആകും, പിന്നെ എടുക്കില്ല. എയർ ഫിൽറ്ററിൻ്റെ അകത്ത് കൂടെ കയറുന്ന വെള്ളം നേരെ കാർബുറേറ്റർ വഴി നേരെ എൻജിൻ്റെ ഹെഡിലേക്കാണ് പോവുക, ഏത് കമ്പഷൻ നടക്കുന്ന ആ ഒരു ഏരിയയിലേക്കാണ് പോവുക. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പെട്രോൾ വന്നു കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യത്തില്ല, അതങ്ങനെ നിൽക്കും. നമ്മൾ വെള്ളക്കെട്ടും വെള്ളക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലൂടെ വണ്ടി മാക്സിമം എടുക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ.